എന്താ കണ്ടത്? ഇത് ദർശനക്കുള്ള എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ദർശന, താങ്ക് യു. കിടക്കണതായോണ്ട് ദൈവമേ ഇതൊക്കെ ആര് സെറ്റ് ചെയ്തത്? 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലേ? പുള്ളി ഇതിന്റെ പുറകിലായിരുന്നു. താങ്ക് യു അണ്ണാ. ടിവിയിൽ ഒരാളുടെ ബർത്ത്ഡേ പോലെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലേ? ബർത്ത്ഡേക്ക് ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം പറയും. ദർശന, എന്റെ അടുത്തൂടെ പോയത് ആ മൂണിന്റെ ഡയറക്ഷനിൽ വിടാൻ പറ. 2 countries. ദർശന വരും. എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് ദർശനെ. ഹാപ്പി ബർത്ത്ഡേ. വന്ദനം വന്ദനം വന്ദനം. എത്ര വയസ്സായി? 23. 10 വർഷം മുന്നേ. അതെന്താ അർത്ഥം? വേണ്ടേ രൂക്കു 5 പിന്നെ എന്ത് വേണ്ടേ? താങ്ക് യു താങ്ക് യു താങ്ക് യു. അണ്ണൻ പോയിട്ട് അണ്ണന്റെ കസര അത്രേ ഞാൻ കാണുന്നുള്ളൂ. മേടിക്കണേ. പരാതി പറയല്ലേ. ഹലോ അണ്ണാ അണ്ണാ. അയ്യോ, അറിഞ്ഞില്ലല്ലോ. ഹലോ ദർശന, വാ ദർശന. കേക്ക് കട്ട് ചെയ്യാൻ ബാക്കി പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിയോടെ ഹോസ്റ്റലിലേക്ക് കേട്ടെ. Happy birthday to you. ഇവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കാത്ത പോലെയാണ് ഹാപ്പി ബർത്ത്ഡേ. ഉഷാറി പാടാൻ പറ. നിന്റെ മാണം പറക്കുന്നില്ല. മിക്കവാറും ചന്ദ്രനൊക്കെ പിണങ്ങും കേട്ടാ. ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടില്ലേ? ഇത് ആര് സെറ്റ് ചെയ്തതൊക്കെ? താങ്ക് യു. 2 ദിവസമായിട്ട് നമ്മള് ഫുള്ള് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. ദർശനയുടെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ആ ഒരു നല്ല ദിവസം സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ അധികം നിൽക്കാഞ്ഞത്. അപ്പൊ പിന്നെ ദർശനക്ക് അങ്ങനെ ഒരു അത് നമ്മള് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ബാഡ് വേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ. പേരെന്താ ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ദർശന ഇഷ്ടപ്പെട്ടോ വണ്ടി? ഇഷ്ടപ്പെട്ടോന്നത് എന്ത് ചോദ്യ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല അതായിട്ട് ഇറക്കിയത്. കുഴപ്പമില്ല. കുറച്ച് സ്പീഡ് കൂടുതലാണേ, പെട്ടെന്ന് കുറച്ചധികം പറക്കും. താങ്ക് യു അണ്ണ. ഇത്രയും നല്ലൊരു മൊമെന്റ് തന്നതിന്. ദർശന ഹലോ. ഹലോ. ഈ ഡോറിന്റെ ഇവിടെ ഒന്ന് ഈ ഞെക്കിട്ട് ഈ അടിച്ചേ. എന്താ? ഓ
കണ്ടു ഇത് കടലും വണ്ടിയാണല്ലോ, ഇത് ഇവിടെ തല്ലിക്കൊന്നിട്ട് എടുത്തോണ്ട് പോയാലോ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഹലോ ഹലോ, ഒരു മിനിറ്റ്. കിടിലൻ വണ്ടിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ദർശു. താങ്ക് യു അണ്ണ. ഇത് ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പിക്ക് ചെയ്തൊരു വണ്ടിയാണ്. 1 മാസത്തെ പ്രീമിയത്തിന്റെ പൈസ കൊടുത്തിട്ട് ബാക്കി മാസം അടച്ചേക്കണേ. സിറ്റിയിലുണ്ടാവും വണ്ടി. നമ്മളെല്ലാം പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷായി. എനിക്ക് ഇത്രയും എനിക്ക് വേണ്ടി ആരും ഇതുവരെ എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അണ്ണനും പിന്നെ എല്ലാവരും എടുത്ത എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എനിക്ക് പറയാൻ വാക്കേട്ടതില്ലണ്ണ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കൊക്കെ ഒരു ജീവിക്കാനൊക്കെ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവുന്നത്. സത്യം. അതുപോലെയായിരുന്നു എനിക്ക്. ഇവന്മാരൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ ഇവന്മാരൊക്കെ വന്നപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ഫീലൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടി തുടങ്ങിയത്. അതെ, നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവുള്ളൂ. സത്യമാണ്. ഹലോ, എനിക്ക് വേണ്ടി അണ്ണൻ പാട്ട് പാടാന്ന് പറഞ്ഞായിരുന്നു. പാട്ട് പാടിത്തരാം ദർശനക്ക്. ഏത് പാട്ടാണ് വേണ്ടത് ദർശനക്ക്? അണ്ണന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. അങ്ങനെ പറഞ്ഞ ഒരു സെക്കൻഡ് ദർശന. പറഞ്ഞു തന്നെടാ. ഞാൻ പറയാം. നീ കവിതകളെ പാടണം. നീ കവിതകളായി അത് അല്ല, അണ്ണന്റെ മെയിൻ സാധനമുണ്ട്. ഞാൻ പറഞ്ഞിട്ടോ അവര് ഇത് മറ്റേ അമ്പിളിയുടെ പാട്ട് അതിന്റെ പേര് വരുന്നത്. അയ്യോ അത് വേണ്ട. അത് നമ്മൾ അവിടെ വെച്ച് പാടിയില്ല അന്ന് ഒരു പാട്ട്. അറിയത്തില്ലോ അണ്ണ ഒരു പാടോ? അതെല്ലാം നൈസ് ഉണ്ട് വോയിസിൽ. അണ്ണൻ ഏത് പാടിയാലും വിഷയല്ലേ. സത്യം ഏത് പാടിയാലും സീനല്ലേ. ഒരുപാട് നാളായി. അവസരം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ അണ്ണാ പാട്ടിന്റെ കൂടെ ഒരു പ്രപ്പോസൽ ആണ് നൈസ് ആയിരിക്കും. ശരിയാവത്തില്ലടാ. ഒരു റൊമാൻറ്റിക് സോങ് അറിയുന്ന ആരും ഇല്ലല്ലോ. തോന്നുന്ന ഫീലിംഗ്സ് വെച്ചൊരു പാട്ട് പാട്. കവിത കുഞ്ഞിക്കവൽ മേഘമേ. ആ ബിജിഎം ഒന്ന് ഓഫ് ചെയ്യോടാ. ദർശന എന്തോ ദർശന കുറെ നാളായിട്ട് എന്റെ അടുത്തൊരു പാട്ട് പാടി തരുമോന്ന് ഇങ്ങനെ കുറെ നാളായിട്ട് ചോദിച്ചാ. അപ്പൊ ദർശനയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. കുഞ്ഞിക്കവൾ മേഘമേ തുള്ളിത്തോളും വാദനീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും
ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ ഒന്നൂടെ തുടങ്ങാമിനി കൈവെട്ടിപ്പിടിക്കാതെ നീ ചുളിവുകളേറെ ഭംഗി പടരും അനുഭവഗാഥ ഛായമെഴുതും ഉടയാത്ത തേജസിൻ്റെ മുഖമേ ഈ മണ്ണിൻ നീതിയാണു നീ. This is for you, Darshana, and many happy returns of the day. Happy birthday, Darshana. താങ്ക് യു അണ്ണ. അണ്ണ ഹലോ ഇടയ്ക്കിടയ്ക്ക് പോസാതെ എന്തിനാണ്? അല്ല അന്നത്തെ പോലെ ഒരു ഡാൻസ് നമുക്ക് എല്ലാവർക്കും കൂടെ. ഓ കളിക്കാം, ഉറപ്പായിട്ട് കളിക്കാം. ഒരു മിനിറ്റ് ദർശന, ഞാൻ ഈയിടെയായിട്ട് ഗിത്താർ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നേ. ഈ പാട്ട് ദർശനയ്ക്ക് സ്പെഷ്യലായിട്ട് ഇതോടെ ഡെഡിക്കേറ്റ് ചെയ്യണേ. മഴയോട് നനയും പുതുപാടൽ നീതാനഴകാന തിമിരെ അടിയേ അടിയേ കാற்றോട് മനം ഉൻവാസം ദിനവും പുതുബോധை താനേ ഇലയെ അഴകേ അഴകേ നീ எனக்கெனவே முதல் பிறந்தேன் இளம் கொடியே நீ எனக்கெனவே முதல் பிறந்தேன் இளம் கொடியே மந்தாரப்பூ போல மச்சோ காணும் എന്നാത്തന சொல்ல മിച്ചൊന്നും ഇല്ല മുഴുമതിയിൽ പനീരവിനി ഓടാതെ മുഖം കാട്ട് നീ മുഴുവൻ പനി ഓടാതെ നീ ഇതളോരമാ തിരുപുന്നകൈ നീ കാട്ടടി നീ കവിതകളാ കനവുകളാ കയൽവിഴിയേ നികഴ്വതുവാ കടന്നതുവാ ബദൽ മൊഴിയേ. താങ്ക് യു സോ മച്ച്. തൊണ്ട വയ്യാതിരിക്കുകയാണ് ദർശന, പനിയായിരുന്നു, അതാ ഇടക്കിടക്കൊക്കെ ഇതാവണത്. അപ്പൊ ദർശനയ്ക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മതി അണ്ണ, ഇത്രയും മതി. ഈ വയ്യാതിരുന്നിട്ടും അണ്ണ ചോദിച്ചപ്പോ പാടി തന്നല്ലോ. അത് കുഴപ്പമില്ല ദർശന, അത് കുഴപ്പമില്ല. എനിവേ എന്തായാലും ദർശന ഹാപ്പി ആയിട്ടിരിക്കെ. ഹാപ്പിയാണ് അണ്ണ, ഹാപ്പിയാണ്. എന്തുണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയണത് പോലെ ഐ വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. ദർശന, അപ്പൊ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഗൈസ്, ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാത്തതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിക്ക് പറയാൻ വാക്കിട്ടതില്ലേ. ഓക്കെ ദർശന, എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക ദർശന, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാം ഉറപ്പായിട്ടും. എനിക്ക് ഇപ്പം ഈ സിറ്റിയില് ഞാന് ഇപ്പൊ പറയാ, എന്നെ
ജഡ്ജ് ചെയ്യത്തില്ലത് എനിക്ക് ഉറപ്പുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളതും ഫിൽറ്റർ ഇല്ലാതെ ജഡ്ജി ഞാനെന്താ സംസാരിക്കുന്നത്. MG ശ്രീകുമാറോ? അങ്ങനെയല്ല അണ്ണാ. അങ്ങനെയല്ല, സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ആ, അങ്ങനെ ഉറപ്പുള്ളൊരു വ്യക്തി അണ്ണനാണിപ്പോ. ചിലപ്പം തമാശക്കാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പക്ഷെ അണ്ണൻ്റെ അടുത്ത് എനിക്ക് ധൈര്യമായിട്ട് എന്ത് വേണേലും പറയാം. എന്നെ ഒരിക്കലും കളിയാക്കത്തില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. മനസ്സിലായി ദർശന. ദർശന അത് ശരിക്കും പറഞ്ഞ ഞാനേ ദർശന ശരിക്കും എനിക്കൊരു റിലേഷൻഷിപ്പിലാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ദർശന എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനൊരു ട്രോമയില്ല ദർശന. ഞാന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പലപ്പോഴും എൻ്റെ എക്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ദർശനയുടെ അടുത്ത്, എലി. പറഞ്ഞിട്ടുണ്ട്. ഈ എലിക്ക് മുമ്പ് ഞാന് നമ്മുടെ സൂസനായിട്ട് സൂസന്റെ കാര്യം അണ്ണ എന്നോട് പറഞ്ഞായിരുന്നു. അതെ. അപ്പൊ സൂസനായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയപ്പോഴേ ലൈഫിൽ ഒരു പെണ്ണ് വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അബദ്ധത്തിൽ എപ്പോഴോ എലി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ വിശ്വസിച്ചിരുന്നത് അതായിരിക്കും എൻ്റെ അവസാനത്തെ പെണ്ണെന്നാണ്. അപ്പോൾ എലിയുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടിയ ഒരു ട്രോമയിലാണ് ഞാൻ അതിൽ നിന്ന് ഇതുവരെ അങ്ങോട്ട് റിക്കവർ ആയി വന്നിട്ടില്ല വെളിയിലോട്ട്. ദർശനം കൂടെ അവസാനത്തെ പറയണ ഒരു മിനിറ്റ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് കറന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ മൂമെന്റ് ഞാൻ ദർശനോട് ഐ ലവ് യു എന്ന് പറഞ്ഞേനെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ മാറട്ടെ. അതാണ് ഞാനും എനിക്ക് ആ ട്രോമയെന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വേണം. എനിക്ക് ചിലപ്പോൾ അന്ന് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇപ്പം ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ ദർശനം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതാ. എനിവേ ഇല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദർശനയുടെ നല്ലൊരു ദിവസം കുളമാക്കുന്നില്ല. ഹാപ്പി ആയിട്ടിരിക്കും ദർശന. ഇല്ലണ്ണ, കുഴപ്പമൊന്നുമില്ല. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം ഉണ്ടാകുന്നത്. അതെ, അപ്പൊ എല്ലാം നല്ല രീതിയിൽ വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. എല്ലാം നന്നായിട്ട് ഉടനെ തന്നെ ഞാൻ ഇതിൽ നിന്നൊക്കെ റിക്കവർ ആവുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ അന്ന് പറഞ്ഞ പോലെ എപ്പോഴും മഴ പെയ്യില്ലല്ലോ. ആ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കാം. ആ മഴ ഉടനെ തന്നെ പെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഇത് ശരിക്കും ആ മഴയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും അവരെല്ലാരും അണ്ണനും ഇതുപോലെ സന്തോഷമായിട്ട് എപ്പോഴും. അതെ, സൂസന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അണ്ണന് ഒരാൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി വലുതാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും നാളെ കഴിഞ്ഞിട്ട് അണ്ണന് സൂസനെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവും. സൂസനെ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. സൂസനെ അത്രയും ഡീപ്പായിട്ട് അണ്ണന് ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ആള് കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും അണ്ണന് ഡീപ്പായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. അണ്ണ
എനിക്കും അത് തന്നെയാണ്. ഓക്കെ, എന്തായാലും എവറിത്തിങ് ഗോണ ഫൈൻ സൂൺ ദർശന. ഹലോ, പറഞ്ഞോ. അണ്ണ ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പിയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു അണ്ണ. ഒരിക്കൽ കൂടെ ഇത്രയും വലിയൊരു ഗിഫ്റ്റും എനിക്ക് വേണ്ടി ഇത്രയും ഒരു പാർട്ടി നടത്തിയതിന് എല്ലാത്തിനും. ഇറ്റ്സ് ഓക്കെ ദർശന. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ശരിയാണ്. പക്ഷെ ദർശനയ്ക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം അന്നത്തെ ബർത്ത്ഡേ പരിപാടി പോലും ഞാൻ അന്ന് വന്ന് കണ്ടപ്പോ കുറെ പേരുണ്ട് ദർശനയ്ക്ക്. ഞാൻ അത് വെറുതെ ഇന്ററപ്റ്റ് ചെയ്ത് നശിപ്പിക്കേണ്ടത് വിചാരിച്ച അന്ന് ഒന്ന് ചെയ്യാൻ. എനിക്ക് കൊറേ പേര്, അതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. കൊറേ പേരുണ്ടോന്ന് ചോദിച്ചാല് ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാനൊരു ഇത്ര ഇല്ലട്ടോ. ഓക്കെ ദർശന, എന്തായാലും ഞാനത് പോയിട്ട് വരാം. ഇനി നിന്ന ചിലപ്പോ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രശ്നമാവും. പോയിട്ട് വാ. അപ്പൊ ദർശന ഹാപ്പി ആയിട്ടിരിക്കും. എന്തുകൊണ്ടല്ലേ എന്നെ വിളിക്കേട്ടാ. വിളിക്കായിരുന്നു.